മീന്തുള്ളിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ദൃശ്യമാണ് ചെറുപുഴ വാർത്ത പുറത്തേക്ക് വിടുന്നത്. ഈ മൃതദേഹവുമായി പോയ ആംബുലൻസിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ചെറുപുഴ വാർത്തയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് പെരിയാരത്ത് നിന്ന് പുറപ്പെട്ട ആംബുലൻസ് ചാവക്കാട് എത്തിയപ്പോൾ ഫ്രീസറില്ലാത്തതിനെ തുടർന്ന് മറ്റൊരു ആംബുലൻസിലേക്ക് കയറ്റുന്ന മൃതദേഹം മാറ്റി കയറ്റുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സാധാരണ ഇന്നലെയൊക്കെ എല്ലാ ചാനലുകളും CCTV ദൃശ്യമാണെങ്കിൽ ഇത് ഞങ്ങൾ ഇന്ന് വളരെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത്. ചാവക്കാടുള്ള ഒരു ആശുപത്രിക്ക് മുമ്പിൽ എത്തിയ ആംബുലൻസ് മറ്റൊരു രാജേഷിന്റെ മൃതദേഹം പെരിയാരം മെഡിക്കൽ കോളേജിന്റെ ആംബുലൻസ് നിന്ന് മറ്റൊരു ആംബുലൻസിലേക്ക് ഫ്രീസർ സംവിധാനമുള്ള ഒരു ആംബുലൻസിലേക്ക് മാറ്റി കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യത്തിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നത് പെരിയാരത്ത് നിന്ന് വന്ന ആംബുലൻസ് എത്തുകയും തുടർന്ന് സമീപത്തുണ്ടായിരുന്നൊരു ആംബുലൻസിൽ ജനറേറ്റർ ഉൾപ്പെടെ കയറ്റി അതിനുശേഷം ഫ്രീസർ വെച്ച് രാജേഷിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കാണിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം പയ്യന്നൂർ നമ്മുടെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി പയ്യന്നൂർ തഹസിൽദാരാണ് കുടുംബം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറ്റമില്ല. നമ്മളിതാ ഇനി കാണാൻ പോകുന്ന ദൃശ്യം പെരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യമല്ല. പെരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രാജേഷിന്റെ മൃതദേഹം കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ ഫ്രീസർ ഒന്നും ഇല്ലാണ്ട് സാധാരണ ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു ദൃശ്യവും നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇത്തരത്തിൽ ഈ നാടിനു വേണ്ടി ഈ ചെറുപുഴയിലുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന കുടുംബത്തിന്റെ വാദം തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരമാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ലഭിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ആ സമയത്ത് ജനപ്രതിനിധികൾ, MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അങ്ങനെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ എല്ലാവരും ഈ മൃതദേഹം കാണുന്നതിനും ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും ഒക്കെ ഇപ്പോൾ എത്തിയിരുന്നു. അതുപോലെ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഈ മൃതദേഹത്തോട് തീർത്തും ഒരു സമീപനമാണ്, ഒരു അനാദരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നാണ് അധികൃതരുടെ ഭാഗത്ത് സ്വീകരിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിനൊക്കെ ഉത്തരവാദി പയ്യന്നൂർ തഹസിൽദാരാണെന്ന് പറയുമ്പോഴും ഈ മൃതദേഹം കൊണ്ടുപോയ വഴികളിൽ 3 ആംബുലൻസ് കയറ്റിയാണ് ഇത് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. ചാവക്കാട് എത്തുമ്പോൾ ഫ്രീസറുള്ള ഒരു ആംബുലൻസിലേക്ക് കയറ്റുകയും പിന്നീട് അവിടുന്ന് പന്തളത്ത് എത്തിയ സമയത്ത് ആംബുലൻസിൽ വെള്ളം കയറി തകരാറിലാക്കി അവിടുന്ന് മറ്റൊരു ആംബുലൻസിലാണ് രാജേഷിന്റെ മൃതദേഹം എത്തിച്ചത്. എന്നാൽ പെരിയാരത്ത് പോയ ഒരു ആംബുലൻസ്, ഫ്രീസർ സംവിധാനം പോലും ഇല്ലാത്തൊരു ആംബുലൻസിൽ കയറ്റിവിട്ട തഹസിൽദാർ നടപടിക്കെതിരെ വ്യാപകമായ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്, ചാവക്കാട് നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ചെറുപുഴ വാർത്ത എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.